ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിക്ക് സുഖമില്ലാതാവുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി വരുമ്പോഴത്തേക്കിനും രേവതി ടെറസിൻ്റെ മുകളിൽ തല ചുറ്റി വീണ് കിടക്കുന്ന കാണുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി വെപ്രാളത്തോടെ എടുത്തുകൊണ്ടൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് രേവതിയോട്, എന്ത് പറ്റിയതാ തനിക്ക്, എന്താ തനിക്ക് സുഖമില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു പനിയും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ തനിക്കൊന്ന് വിശ്രമിച്ചൂടായിരുന്നോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊന്ന് കിടക്കാൻ പോയതാണ്. അപ്പോഴും അമ്മ തുണി വിരിക്കാനുണ്ടെന്ന് പറഞ്ഞത്, അപ്പോൾ വെയിലത്ത് തുണി വിരിച്ചതുകൊണ്ടായിരിക്കും പെട്ടെന്ന് എനിക്ക് നിൽക്കാൻ പറ്റിയില്ല, അങ്ങനെ കുഴഞ്ഞു വീഴുമായിരുന്നു എന്നൊക്കെ പറയാണ് കേട്ടോ. ഈ സമയത്ത് സച്ചി പറഞ്ഞിട്ട്, നിനക്ക് വയ്യാന്ന് അമ്മയ്ക്ക് അറിയാം, അതുകൊണ്ടാണ് മനഃപൂർവ്വം നിന്നെ കൊണ്ട് ചെയ്യിച്ചത്. ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ, ഞാൻ അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വേണ്ടാന്ന് വെക്കും തോറും അവർ തലേ കയറി നിരങ്ങും. എൻ്റെ സച്ചിട്ടാ വേണ്ട, ഒന്നും പറയുകയും ചെയ്യും വേണ്ട, അത് പോട്ടെ, എനിക്ക് സുഖമില്ലാഞ്ഞിട്ടല്ലേ, ഞാൻ എന്നും ചെയ്യുന്ന ജോലിയല്ലേ, അപ്പോൾ എന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ. സച്ചിയേട്ടൻ അതിൻ്റെ പേരും പറഞ്ഞ് വഴക്കടിക്കാനൊന്നും പോകണ്ട. നീ ഇങ്ങനെ പറഞ്ഞിരുന്നിട്ടാ കാര്യങ്ങൾ ഇത്രയൊക്കെ വഷളായത്. എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഹോസ്പിറ്റലിൽ വിട്ടാൽ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലേക്കല്ല, നിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നീ അവിടെ കുറച്ച് ദിവസം നിന്ന് റെസ്റ്റൊക്കെ എടുത്ത് ശരീരമൊക്കെ ഒന്ന് ഉഷാറായിട്ട് നീ വന്നേച്ചാൽ മതി. അപ്പോൾ രേവതി പറഞ്ഞിട്ടില്ല, ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വന്നോളാം, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാച്ചാൽ മതി, നീ നിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, ഞാൻ പറഞ്ഞിട്ട് നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നേരെ രേവതിയുടെ വീട്ടിലേക്ക് ആക്കിയിട്ട് സച്ചി സ്റ്റാൻഡിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താടാ സച്ചി നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കണേ, പോയ പോലെ അല്ലല്ലോ നീ തിരിച്ചു വന്നത്, എന്ത് പറ്റി, എന്താ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു ചെറിയ പ്രശ്നം. എന്താടാ? അല്ല, അവൾക്ക് നല്ല സുഖമില്ല, ഞാൻ ചെന്നപ്പോഴത്തേനും തല ചുറ്റി കിടക്കുമായിരുന്നു. അപ്പോൾ വീട്ടിലാരും കണ്ടില്ലേ? ആര് കാണാൻ, ആര് നോക്കാൻ? അവൾക്ക് സുഖമില്ലാതെ അവൾ ചന്തയിൽ നിന്ന് വന്നതാന്നേ, എന്നിട്ട് അവളെ കൊണ്ട് തുണി വിരിക്കാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ വെയിലത്ത് പോയി നിന്ന് അവൾ കുഴഞ്ഞു വീണാ. ഞാൻ അപ്പം ചെന്ന് നന്നായി, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇപ്പം ഞാൻ അവളുടെ വീട്ടിലാക്കിയതാ. അതേതായാലും നന്നായി. പെൺകുട്ടികൾ അവരുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന പോലെ എത്ര ആയാലും കെട്ടിയവൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ആ ഒരു സുഖം കിട്ടത്തില്ല. അവർക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരു റെസ്റ്റും എല്ലാം കിട്ടും, സമയാസമയത്തിന് ആഹാരവും എല്ലാം. അത് നീ പറഞ്ഞത് ശരിയാ. എൻ്റെ വീട്ടിൽ നിനക്കറിയാലോ എൻ്റെ അമ്മയുടെ സ്വഭാവം, അവളെ വന്ന കാലം മുതൽ പെടാപ്പാട് പെടുത്തുക. നിനക്കറിയാവോ, മറ്റ് 2 മരുമക്കളെ അമ്മ കൈവെള്ളയിലാണ് കൊണ്ടു നടക്കുന്നത്, ഇവൾക്ക് സ്വത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവളെ ഇങ്ങനെ അവളെ വിട്ട് പരീക്ഷിക്കുന്നത്. അവൾ വീട്ടിൽ അത്രയും പേർക്കും വെച്ച് വിളമ്പുന്ന അവൾ ആ ഒരു നന്ദിയോ കരുതലോ ഒന്നുമില്ല. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് നീ ജോലി ചെയ്യേണ്ട, നീ നിൻ്റെ കാര്യം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അവളോട്ട് അത് കേൾക്കത്തുമില്ല. വേറെ 2 മരുമക്കൾ അവിടെ ഉണ്ടല്ലോ, അവളുമാരൊട്ട് അനങ്ങത്തുമില്ല, അമ്മയൊട്ട് അനക്കിപ്പിത്തുമില്ല. ഇതാ ഇപ്പം അവിടുത്തെ അവസ്ഥ. എന്തായാലും കൊള്ളാമല്ലോ, കാലം ഇത്രയും മാറിയിട്ടും അമ്മായിമ്മ പോരുന്നു ഒരു കുറവില്ല അല്ലേ സച്ചി? അത് പിന്നെ പറയേണ്ടതുണ്ടോ? പിന്നെ പണം കൂടെ ഇല്ലെങ്കിൽ പിന്നെ പറയേണ്ടയില്ല. ആ മരുമകൾ എന്നും ചവിട്ടുകൊറ്റയ്ക്ക് തുല്യമായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ സച്ചിയുടെ മനസ്സിലെ ഭാരം മുഴുവൻ ഇറക്കി വെക്കുകയാണേ. സച്ചി പറയുന്നുണ്ട്, നിനക്കറിയാവോ, ഞങ്ങളുടെ വീട്ടിൽ ആകെ 3 റൂമേ ഉള്ളൂ. ഒന്നാണെങ്കിൽ വർഷയ്ക്കും ശ്രീകാന്തനും, മറ്റേതാണെങ്കിൽ ശ്രുതിക്കും, പിന്നെ ഒന്ന് അച്ഛനും അമ്മയും. ഞങ്ങളെവിടാ കിടക്കുന്നതെന്നറിയാവോ? ഞാൻ ടെറസിലാണ്, അവൾ ഹാളിലും. പക്ഷെ ഇന്ന് വരെയായിട്ട് ഒരു പരാതിയോ ഒരു പരിഭവവും അവൾ പറഞ്ഞിട്ടില്ല. പെൺകുട്ടികൾക്ക് അവരുടേതായ പ്രൈവസി ഇല്ലേ? പിന്നെ ഒരു വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണല്ലേ, പക്ഷേ അവളിപ്പോഴും വേലക്കാരിയുടെ തുല്യാവസ്ഥയിൽ അവിടെ കഴിയുന്നത്. നിനക്കറിയാമോ, ഇന്ന് വരെയായിട്ടും അതിൻ്റെ പേരിൽ എനിക്ക് ഒരു പരാതിയും കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് കൂട്ടുകാരെല്ലാം പറയുന്നുണ്ട്, നിനക്ക് ഭാഗ്യമാടാ, നിൻ്റെ ഭാഗ്യം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് എത്ര സൗകര്യങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം കുറ്റം പറയുന്ന പെൺകുട്ടികളാണ് കൂടുതലും. എന്നിട്ടും ഇത്രയും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അവിടെ ഉണ്ടായിട്ടും അവൾ നിന്നെ വിട്ടു പോകാതെ നിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നില്ലേ, നിനക്ക് ഭാഗ്യമോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അവർ പറഞ്ഞിട്ട്, എന്തായാലും നന്നായി, നീ അവളുടെ വീട്ടിലാക്കിയത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ശരിയാവില്ല, പെടാപ്പാട് പെടുത്തും. തന്നെ കിടന്ന് പണിയട്ടെ, അപ്പോൾ അവർക്ക് മനസ്സിലാകും ഒരു പെൺകുട്ടി ആ വീട്ടിൽ കിടന്ന് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എന്നൊക്കെ പറയാൻ കേട്ടോ. ഒരു പണിയുണ്ടടാ, നിങ്ങളൊക്കെ കണ്ടോ, ഞാനേ അച്ഛമ്മേനെ വിളിക്കാൻ പോകുക. അച്ഛമ്മേനോ? അതെന്താടാ? എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അമ്മയുടെ അമ്മായിമ്മേനെ മാത്രമേ ഈ ലോകത്ത് പേടിയുള്ളൂ. എൻ്റെ അച്ഛൻ പറയുന്നത് എന്താണെന്നറിയാവോ, ഇവളെ ഈ വയസ്സനാം കാലത്ത് എങ്ങനെ അടിക്കാനാടാ ഇത്രയും വളർന്നു നിൽക്കുന്ന മക്കളുടെ മുമ്പിൽ നിന്ന്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് മാത്രമേ എൻ്റെ അമ്മേനെ ഒന്ന് മെരിക്കാൻ കഴിയുള്ളൂ. അവരാകുമ്പോൾ അമ്മായിമ്മയും മരുമോളും അല്ലേ, തിരികെ ഒന്നും പറയത്തില്ല. എൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ ഭാര്യയോട് കാണിക്കുന്ന അതേ സിസ്റ്റം അച്ഛമ്മ വന്നാലും, അതുകൊണ്ട് അങ്ങനെയൊക്കെ അവരെ മെരുക്കിയെടുക്കാൻ പറ്റുള്ളൂ. എന്നാ കൊള്ളണം, എന്നാ നീ നിൻ്റെ അച്ഛമ്മേനെ വിളിച്ച് കാര്യം പറ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ആണെങ്കിൽ ഡോറ് തുറക്കുമ്പോൾ അവിടെ നിൽക്കുന്നു ഇതാ വിശ്വരൂപമായിട്ട് ചന്ദ്രമതി ഞെട്ടിപ്പോവാണ് കേട്ടോ. ആ കൃഷ്ണനുണ്ണിയൊക്കെ
സോറി കൃഷ്ണമണിയൊക്കെ വെളിയിലേക്ക് പറഞ്ഞ ഒരവസ്ഥയിൽ നിൽക്കുകയാണേ കണ്ണൊക്കെ. അങ്ങനെ ചന്ദ്രമതി അമ്മയോ, അമ്മ എന്താ ഇവിടെ, എന്താ എനിക്കെൻ്റെ മകൻ്റെ വീട്ടിലേക്ക് വന്നൂടെ, നീ എന്താ ഒരുമാതിരി ഭൂതത്തെ കണ്ട പോലെ നിൽക്കുന്നത്. ഉടനെ ചന്ദ്രമതി മനസ്സിൽ പറയാണ്, ഇതൊരു ഭൂതം തന്നെയാണേ, എന്താ നീ ഇപ്പം മനസ്സിൽ വല്ലതും കരുതിയോ? ഇല്ലമ്മേ, അമ്മ കയറി വാ. അമ്മേ, രേവതി ഇവിടെ ഇല്ല, അവളെവിടെ പോയി? അവളുടെ വീട്ടിൽ പോയേക്കുവാ, ചെറിയൊരു ജലദോഷം വന്നപ്പോൾ എന്ന് പറയാൻ കേട്ടോ. ഓഹോ, കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവൾക്ക് സുഖമില്ലെങ്കിലേ അവളവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ, അതിന് നിനക്കെന്താ ചെയ്തം? പണ്ട് നീ കെട്ടിക്കയറി വന്നപ്പോൾ ഓർക്കുന്നുണ്ടോ, തുമ്മൽ അയൽവക്കത്തൂടെ പോകണ്ട, അപ്പോഴേക്കും നീ കുടും കിടക്കെടുത്ത് നിന്റെ വീട്ടിലേക്ക് പോകുമായിരുന്നല്ലോ, എന്താ എല്ലാം മറന്നു പോയോ നീ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ ഉരുളക്കുപ്പേരി പോലെ മുത്തശ്ശി മറുപടികളൊന്നും കൊടുക്കുകയാണ്. പിന്നെ ഒന്നും മിണ്ടുന്നില്ല നമ്മുടെ ചന്ദ്രമതി, വായടച്ച് നിൽക്കാൻ കേട്ടോ. അങ്ങനെ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്, സമയം ഉച്ചയാകാറായല്ലോ, ഊണൊക്കെ റെഡിയായോ? അത് പിന്നെ അമ്മ ഇന്ന് ആരും ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും അങ്ങനെ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഇത്തിരി ചോറ് വെച്ച് ഇത്തിരി ചമ്മന്തി അരച്ചതേ ഉള്ളൂ. ചമ്മന്തിയോ? ആ ഒരു പതിവ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഇന്ന് എന്ത് പറ്റി? അത് പിന്നെ ഇന്ന് രേവതി ഇവിടെ ഇല്ലല്ലോ. അതെന്താ രേവതിക്ക് മാത്രമേ ഇവിടെ വെക്കാവുള്ളൂ എന്ന് വല്ല ഇതുമുണ്ടോ? നിന്റെ വേറെ മരുമക്കളുണ്ടല്ലോ, അല്ലെങ്കിൽ നീ ഉണ്ടല്ലോ. എനിക്ക് ഇന്ന് സദ്യ കഴിക്കാൻ വല്ലാത്തൊരു മോഹം, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മരുമകൾ ചെന്ന് സദ്യ തയ്യാറാക്കിക്കോ. അമ്മേ, സദ്യ തയ്യാറാക്കാനോ? അതിന് ഞാൻ ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചല്ലോ, അതിനിപ്പോൾ എന്താ, സദ്യയുടെ കൂട്ടത്തിൽ സൈഡ് ഡിഷായിട്ട് നമുക്ക് ചമ്മന്തി കഴിക്കാമല്ലോ. അല്ലമ്മേ, ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, 2 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ എനിക്ക് സദ്യ എൻ്റെ മുൻപിൽ കണ്ടിരിക്കണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ചന്ദ്രമതി വേഗം തന്നെ അടുക്കളയിലേക്ക് ഓടുകയാണ്. അടുക്കളയിൽ ഓടി ചെന്നിട്ട് വെപ്രാളപ്പെട്ട് ഓരോരോ പണികൾ ചെയ്യാൻ കേട്ടോ. പച്ചടി, കിച്ചടി, സാമ്പാർ, അങ്ങനെ ഓരോരോ വിഭവങ്ങൾ തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ രേവതിയെ പ്രാകുന്നുണ്ട് കേട്ടോ. അവൾ പോയത് കൊണ്ടോ എനിക്ക് ഈ ഗതി വന്നത്, അവൾ പോയത് കൊണ്ട് അവൾ വിളിച്ച് വരുത്തിയതായിരിക്കും ഈ തള്ളേനെ, അതുകൊണ്ടാണ് എനിക്ക് ഈ പെടാപ്പാട് വന്നത്. എൻ്റെ ഭഗവാനെ, ഇനി എന്ന് ഇവിടുന്ന് പോകുമോ, അതുവരെ എനിക്ക് റെസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും ഓരോന്ന് ചെയ്യുന്നത്. അങ്ങനെ എന്താ ഫുഡൊക്കെ റെഡിയായി കഴിയുമ്പോഴത്തേക്കിനും എല്ലാവരും വരാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വന്നിരിക്കുമ്പോഴത്തേക്കിനും ഫുഡൊക്കെ വിളമ്പാണ് കേട്ടോ. ഉടനെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ ഒരുപാട് കൂട്ടം കറികളുണ്ടല്ലോ, ചന്ദ്രേ എന്തു പറ്റി? നീ പിന്നെ ചമ്മന്തി അരയ്ക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞതോ? എടാ, അതപ്പം ഞാൻ വന്നപ്പോൾ ഞാനാ പറഞ്ഞത് നിൻ്റെ ഭാര്യയോട് എനിക്ക് സദ്യ വേണമെന്ന്, അതുകൊണ്ട് വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിരിക്കുന്ന കണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഇതാ പറയുന്നത്, കാര്യങ്ങൾ നടക്കണമെങ്കിൽ വീട്ടിലെ മുതിർന്നവർ തന്നെ വേണമെന്ന്. എന്തായാലും അമ്മ ഇനി പെട്ടെന്നൊന്നും പോകണ്ട കേട്ടോ, ഇതുപോലെ രുചികരമായ ഭക്ഷണം കഴിക്കണമെങ്കിൽ അമ്മ ഇവിടെ തന്നെ വേണം എന്നൊക്കെ പറയാൻ കേട്ടോ. എൻ്റെ മരുമകൾ പോയതുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു, എന്തായാലും ഇപ്പം എനിക്ക് സന്തോഷമായി എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് അങ്ങ് ദേഷ്യം വരികയാണേ. പിന്നെ ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നീട് സച്ചി വരികയാണേ. അങ്ങനെ സച്ചി എന്നിട്ട്, എന്താ അച്ഛാ ഇവിടെ, ഇതെന്താ കല്യാണോ സദ്യയൊക്കെ? കഴിക്കടാ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി ആഹാരം കഴിച്ചിട്ട് പറയുന്നുണ്ട്, എന്താ ടേസ്റ്റ്, രേവതി ഉണ്ടാക്കുന്ന ഭക്ഷണം ഇതിൻ്റെ 7 അയൽവക്കത്ത് വരത്തില്ല, ഇങ്ങനെ വേണം ഭക്ഷണം ഉണ്ടാക്കാൻ. ഇനി അമ്മ തന്നെ അടുക്കള കയറി പാചകം ചെയ്താൽ മതി, എന്താ ടേസ്റ്റ്, കഴിച്ചടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങ് കളിയാക്കാൻ കേട്ടോ. ചന്ദ്രമതി ആണെങ്കിൽ നിന്ന് ഉരുകുകയാണേ. അങ്ങനെ കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെക്കാൻ കേട്ടോ. ആ സമയത്ത് കഴിച്ചവരെല്ലാം പാത്രമൊക്കെ അവിടെ വെച്ചിട്ടായിരിക്കും കേട്ടോ പോകുന്നത്. അപ്പോൾ ചന്ദ്രമതിയുടെ മുത്തശ്ശി പറയുന്നുണ്ട്, പാത്രങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, എല്ലാം എടുത്തുകൊണ്ട് അങ്ങ് പോയിക്കോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ദേഷ്യവും സങ്കടവും കലിയും ഒക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് അങ്ങനെ ആ പാത്രം എല്ലാം എടുത്തുകൊണ്ട് കഴുകിയൊക്കെ വെച്ചിട്ട് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട്, നടുവൊന്ന് നൂർക്കാൻ വേണ്ടി ചന്ദ്രമതി പോകുകയാണ്. ആ സമയത്തായിരിക്കും മുത്തശ്ശി കാലൊക്കെ നീട്ടി വെച്ചിട്ട് അവിടെ ഇരിക്കുക. അല്ല ചന്ദ്രേ, നീ എങ്ങോട്ടാ? അത് പിന്നെ അമ്മേ, മടുത്തു ഞാൻ രാവിലെ കുറേ പണികളൊക്കെ ഒതുക്കിയതല്ലേ, പെട്ടെന്ന് ഇത്രയും പണികൾ കൂടി ചെയ്തപ്പോൾ എൻ്റെ ശരീരം ആവുന്നില്ല, ഞാനൊന്ന് പോയി കിടക്കട്ടമ്മേ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴായിരിക്കും, അങ്ങനെ പോകാൻ പറ്റുമോ? ഇനി ഇവിടെ എന്തൊക്കെ ജോലികളുണ്ട്? എന്തൊക്കെ ജോലികൾ? ഒരു ജോലിയില്ല. ഈ നിലമൊക്കെ നോക്കിക്കേ, എന്ത് ചെളിയും മണ്ണും ഒക്കെയാ. എൻ്റെ കാലൊക്കെ ചവിട്ടിയിട്ട് എന്തോ പോലെ. ഇതിവിടെ ഒന്ന് തൂത്ത് തുടച്ചിട്ടിട്ട് നീ പോയി കുളിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അത് പിന്നെ അമ്മേ, ഇവിടെ ഇന്നലെയും കൂടെ രേവതി തുടച്ചതാണല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഇന്നലെയല്ലേ, ഇന്നിപ്പോൾ അതേ മൊത്തം പൊടിയാ, നീ ഒന്ന് തുടച്ചിട്ട് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ചൂലും മോപ്പും എല്ലാം എടുത്തുകൊണ്ട് വന്ന് അവിടെ ഒരു ശുദ്ധി കലശം തന്നെ നടത്തുകയാണ് നമ്മൾ ചന്ദ്രയാണെങ്കിൽ ദേഷ്യം മനസ്സിലാണെങ്കിൽ ഇങ്ങനെ പ്രാകുന്നുണ്ട് കേട്ടോ എല്ലാവരെയും. എന്നിട്ട് ഓരോ തട്ടുമുട്ടുമൊക്കെ കൊടുത്തിട്ടായിരിക്കും ഓരോന്ന് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അങ്ങനെ കുളിച്ചിട്ട് കുറച്ച് നേരം കിടക്കുമ്പോഴായിരിക്കും സുധിയൊക്കെ വരുന്നത്. അവർക്ക് കോഫി വേണം, 4 മണിക്ക് പലഹാരം വേണം. അപ്പോഴത്തേക്കിനും വന്നിട്ട് പലഹാരമൊന്നും ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രൻ പറഞ്ഞു, ഇല്ലടാ ഉണ്ടാക്കാം, വന്ന് മര്യാദയ്ക്ക് കയറി അടുക്കള കയറി ഉണ്ടാക്കിക്കോ. എന്നിട്ട് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞു? എടാ, അവൾ വീട്ടിൽ പോയി, പിന്നെ നിൻ്റെ അച്ഛമ്മയും കെട്ടി എഴുന്നള്ളിയിട്ടുണ്ട്, ഇത്ര നേരം എന്നിട്ട് പെടാപ്പാട് പെടുത്ത്, ഇനി എനിക്ക് വയ്യടാ. അപ്പോൾ സുധി പറഞ്ഞു, അമ്മ ശീലിച്ചു പോയമ്മേ, എനിക്ക് എന്തെങ്കിലും ചായക്ക് കൂട്ടാൻ വേണം എന്നൊക്കെ പറയാൻ കേട്ടോ.
ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയാണ്ട് ഇല്ല എനിക്ക് വയ്യ, നീ ഒന്നും മിണ്ടായിരിക്കും, ഞാൻ ഇതൊക്കെ കാണാൻ അവരുടെ ചെവിയിൽ ചെന്ന് അതും ഉണ്ടാക്കാൻ പറ. ഈ സമയത്തായിരിക്കും അച്ഛമ്മ അവിടേക്ക് പറഞ്ഞത്. അച്ഛമ്മ എന്താ മോനെ 4 മണിക്ക് പലഹാരം വേണം അല്ലേ? ആ നിനക്ക് ശീലമുണ്ടല്ലോ, രേവതി ഇവിടെ ഉള്ളപ്പോൾ എല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നല്ലേ. ചന്ദ്രമതി എന്നാൽ നീ പോയി ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കിക്കോ. ഞാൻ ഓർത്തു ഇവിടെ നീ ഇപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുകയല്ലേ എന്നോർത്താ ഞാൻ ഉണ്ടായിരുന്നു. എന്തായാലും മക്കൾക്ക് വേണമെന്ന് പറഞ്ഞില്ലേ, അതും നിൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക്, അപ്പോൾ നീ ഉണ്ടാക്കിക്കോ എന്ന് പറയാനോട്ടോ. അങ്ങനെ അടുക്കളയിൽ കയറി കോഫിയും അതുപോലെ തന്നെ 4 മണി പലഹാരം ഒക്കെ ഉണ്ടാക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ചന്ദ്രമതി ആണെങ്കിൽ ആകെ മടുത്തു കേട്ടോ. ഈ സമയത്തായിരിക്കും ചന്ദ്രയോട് മുത്തശ്ശി ചോദിക്കുന്നത്, ചന്ദ്രേ അത്താഴത്തിനുള്ളതെല്ലാം ഇരിപ്പുണ്ടോ? ആ അമ്മേ എല്ലാം ഇരിപ്പുണ്ട്, ഉച്ചക്കത്തെ ഒരുപാട് കറികളുണ്ടല്ലോ, എല്ലാം ഇരിപ്പുണ്ട്. ഞാനെല്ലാം നോക്കിയായിരുന്നല്ലോ, എല്ലാം കുറവാണ്, ഇത്രയും പേർക്ക് തികയത്തില്ല. ആരെങ്കിലും ഇച്ചിരി കൂടെ കൂടുതൽ ചോദിച്ചാൽ പിന്നെ അവർക്ക് കൊടുക്കാനില്ലെങ്കിലോ, അതുകൊണ്ട് വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടാക്കിക്കോ. വേറെ എന്തുണ്ടാക്കാനാ എൻ്റെ അമ്മേ, ഇതൊക്കെ മതി, ഇന്ന് ഇത്രയൊക്കെ കൂട്ടി എല്ലാവരും കഴിച്ചാൽ മതി. അല്ല വർഷയ്ക്ക് ചിക്കൻ കറിയും ചപ്പാത്തിയോ കൂടുതൽ ഇഷ്ടമെന്ന് രേവതി മോള് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിയും അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിക്കോ, അതാകുമ്പോൾ എനിക്കും കഴിക്കാമല്ലോ എന്നൊക്കെ പറയാനുണ്ടോ. അമ്മേ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ചില്ലേ, അപ്പോൾ അതെല്ലാം ഇരിക്കുക, വൈകിട്ടത് കഴിച്ചാൽ പോരെ? ഇല്ല എനിക്ക് എന്തായാലും ചപ്പാത്തിയും ചിക്കൻ കറിയും വേണം. അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കാണ് കേട്ടോ ചന്ദ്ര. ഈ സമയത്ത് മുത്തശ്ശി അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട്. എന്താ ചന്ദ്ര വല്ല സഹായവും വേണോ? ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല. അല്ലല്ലോ എന്തിനാ സഹായം, ഈ അടുക്കളയിൽ കിടന്ന് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുവല്ലേ നമ്മുടെ രേവതി. അപ്പോൾ അതുപോലെ തന്നെയല്ലേ ഉള്ളൂ നീ ഒന്നെ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടാൽ മതി. ഞാൻ പോകുമ്പോൾ നിന്നെ ഒന്ന് മേരിക്ക് എടുത്തിട്ട് ഞാൻ പോകുള്ളൂ. ആ പാവം കൊച്ചിനെ പെടാപ്പാട് പെടുത്തിയിട്ടില്ല നീയൊക്കെ, അതിന് നീയൊക്കെ അനുഭവിക്കണം എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് ചന്ദ്ര പറഞ്ഞു, അമ്മ എന്തായി പറയുന്നത്? ഞാൻ അനുഭവിച്ചിട്ടൊന്നുമില്ല, ഞാൻ പെടാപ്പാടൊന്നും പെടുത്തില്ല, അവൾ സ്വന്തം ഇഷ്ടപ്രകാരം അവൾ ഓരോന്ന് ചെയ്യുന്നത്, അതിനിപ്പോൾ എൻ്റെ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടെ തലകറങ്ങി അവൾ വീണതും അവൻ കോരി എടുത്തുകൊണ്ട് പോയതും അങ്ങനെ അവളെ അവളുടെ വീട്ടിലാക്കിയതും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്നുള്ള പഴഞ്ചൊല്ല് നീ കേട്ടിട്ടുണ്ടോ ചന്ദ്രേ? ഇപ്പോൾ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കൊച്ചിനെ സ്നേഹിച്ചും അതുപോലെ തന്നെ ആ കൊച്ചിനെ ഇച്ചിരി സമാധാനം കൊടുത്തു വെക്കാൻ നിന്ന നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ഞാനിവിടെ സ്ഥിരതാമസം അങ്ങാക്കും എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങനെ പോകുകയാണേ. അങ്ങനെ വർഷയും മുത്തശ്ശിനെ വിളിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അച്ഛമ്മ മുത്തശ്ശി നമ്മുടെ രേവതിയെ വിളിക്കുമ്പോൾ വർഷയായിരിക്കും കേട്ടോ ഫോൺ എടുക്കണേ. അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ വർഷ പറയുന്നുണ്ട്, അമ്മ ഇട്ട് ചേച്ചിയെ പെടാപ്പാട് എടുത്ത പാവമുണ്ട്, ചിലപ്പോൾ കഷ്ടം തോന്നും, ഒരു വയ്യാഴ്ച വന്നാൽ പോലും അമ്മ ചുമ്മാ എടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ നമ്മുടെ മുത്തശ്ശിയുടെ മനസ്സിലിരിക്കാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശി പിന്നെ അതായത് അച്ഛമ്മ പിന്നെ ആ ഒരു പ്രതികാരവും വൈരാഗ്യവും എല്ലാം നമ്മുടെ ചന്ദ്രമതിക്ക് നേരെ തീർക്കുകയാണ്. ചന്ദ്രമതിയാണെങ്കിൽ നടുവൊടിഞ്ഞ് കിടക്കുന്ന കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും കേട്ടോ ആ രസകരമായ എപ്പിസോഡുകളൊക്കെ തീരുന്നത്.